നമസ്കാരം, ശ്രീജിയാണ്. എം കെ എസ് പ്രൊഡ്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ശാസ്താമുകുളം എന്ന സ്ഥലത്ത്, അതായത് തിരുവാങ്കുളത്തിൽ നിന്ന് നമ്മളൊരു 2.5 കിലോമീറ്റർ മാറി പിറവം റോഡിൽ ശാസ്താമുകുളം ജംഗ്ഷനിൽ നിന്ന് പിറവം റോഡിലേക്ക് തിരിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ലയൺ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, ലയൺസ് ഹോസ്പിറ്റൽ. അതിൻ്റെ അവിടെ നമുക്കൊരു വില്ലയുണ്ട്. ഇവിടെ 2 വില്ലയാണ് നമുക്കിവിടെ സെയിലിനുള്ളത്. ഒന്ന് 15 സെൻറ്റ് സ്ഥലത്തിൽ, 15 സെൻറ്റ് സ്ഥലത്തിൽ 5000 സ്ക്വയർ ഫീറ്റിൻ്റെ 5 ബെഡ്റൂമിൻ്റെ വില്ലയാണ്. ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ആ വില്ലയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു വില്ലയുണ്ട്, അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ വില്ലയുടെ പുറംഭാഗം ആദ്യം ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വില്ലയുടെ ഉള്ളിലേക്കും കയറി കാണാം. ഓക്കെ, ഇതാണ് വില്ല. ഇതാണ് വില്ലയുടെ ഔട്ടർ സൈഡ്. ഇവിടെ ഒത്തിരി വില്ലേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ വില്ലയാണ്. ഒരു കൊട്ടാരം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം കേട്ടോ. 5000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമിൻ്റെ ഒരു വില്ലയാണ്. ഇതാണ് കാർ പോർച്ച്. ഒരു 4 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് വലിയൊരു കാർ പാർക്കിങ്ങാണ്. ഞാൻ ആദ്യം എൻ്റെ ഔട്ടർ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. 15 സെൻറ്റാണേ. വേണ്ട, 15 സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത്. ഇവിടെ നിന്നും എൻട്രി ഉണ്ട്. ഇവിടെ ഗേറ്റില്ല, ഇവിടെ നിന്നും എൻട്രി ഉണ്ട്. ഇന്ന് പിന്നാമ്പുറത്തേക്ക് പോവാണ്. രണ്ട് ഭിത്തിയായിട്ടാണ് കെട്ടിക്കുന്നത്, 2 ഭിത്തിയായിട്ട്. അപ്പോൾ അത് ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് ഇരിക്കേണ്ട സൗകര്യം. ഇത് നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ. ഇത് ഈ വില്ലയ്ക്ക് മാത്രമല്ല. ഓക്കെ, ഇത് എറണാകുളം ടൗണിൽ നിന്ന് ഇച്ചിരി മാറിയിട്ടാണ്. ഈ ടൗണിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു നല്ലൊരു വില്ല വേണമെന്നുള്ളവർക്ക് ഇത് എടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 15 സെൻറ്റാണേ. പേരയുണ്ട്, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മാവ്, പ്ലാവ് എന്താ വെച്ചിട്ടുണ്ട്. ചെറിയ മാവ് തൈ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഉള്ളിലേക്ക് കയറാണ്. ഫ്ലാറ്റിൻ്റെ എൻട്രിയാണ്. ഹോള്, ലിവിങ് ഏരിയയാണ്. ലിവിങ് ഏരിയ. ഈ ഡോറ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ട ഡോറാണ്. ഇവിടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഞാനിപ്പോൾ തുറക്കില്ല. പുറത്തുനിന്ന് നേരത്തെ കണ്ട ആ കയറി വന്ന വഴിയാണ്. വാഷ് ഏരിയ. ഇതൊരു ബെഡ്റൂം. ബെഡ്റൂം അറ്റാച്ചാണ്. വാർഡ്രോബ്, അവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടോയ്ലറ്റ്. ഈ വീട് പണിതിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. ഓക്കെ, ഇത് എൻ്റെ ഓണേഴ്സ് NRI ആണ്. ഇതൊരു കോമൺ ടോയ്ലറ്റാണ്.
ടോയ്ലറ്റെല്ലാം നല്ല നല്ല ഭംഗിയുള്ള ടോയ്ലറ്റാണ്. ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ്, എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ്. വാഷ് ബേസിന് വരെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ്. ഇവിടെ നിന്ന് നമ്മൾ അടുത്തൊരു ബെഡ്റൂമിലാണ്. ഇതാ ബെഡ്റൂം. വാർഡ്രോബ് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. തടിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡ്രസ്സിങ് റൂമാണ്. ഈ ഡ്രസ്സിങ് റൂമിൽ നിന്ന് നമുക്ക് ടോയ്ലറ്റിലേക്ക് കിടക്കാം. ഈ ഡോർ ലോക്കാണ്, ഞാൻ കാണിച്ചില്ല. അപ്പുറത്തെ ഡോർ കാണിച്ചില്ല. ഡോറിലേക്ക് കിടക്കാം. ഈ ബെഡ്റൂമിൻ്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും ഒരു ബെഡ്റൂം പോലെ ഒരു സ്പേസ്, ബെഡ്റൂമല്ല, ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് അടുത്ത ബാത്റൂം. ഒരു ചെറിയ ബെഡ്റൂമിൻ്റെ സൈസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ബാത്റൂം അത്രയ്ക്ക് വലിയൊരു ബാത്റൂമാണ്. നമ്മളെ പെട്രാവലിറ്റിലെ സുജിത് ഭക്തം പറയുമ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയ ബാത്റൂമിൻ്റെ സെറ്റപ്പാണ്. ഇതാണ് മറ്റേ ഡോറ്. ഇത് ഇവിടെ നിന്ന് അപ്പുറത്തെ സ്പേസിന്, അത് നമ്മളെ ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ഈ ബാത്റൂമിലേക്ക്, ഈ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ 2 ആക്സസ് ഉണ്ട്. ഇത് ലിവിങ് ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞു ലിവിങ് ഏരിയ. ഇത് ഡൈനിങ് ഏരിയ. ഇതിൻ്റെ സ്റ്റെയർ കണ്ടോ? ഇതിൻ്റെ സ്റ്റെയറെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാം തടിയിലാണ്, എല്ലാ പോർഷനും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് ഏരിയ. ഇവിടെ ഒരു ചെറിയ ഷോക്കേസ് പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചണാണ്. കിച്ചൺ ഹോബ്, ഫാബിൻ്റെ കിച്ചൺ ഹോബ് കേട്ടോ. ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഗ്രാനൈറ്റായിട്ട് ഇങ്ങനെ വൈറ്റ് കളർ ഗ്രാനൈറ്റാണ്. വൈറ്റ് ഫിനിഷിങ് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ, ഇവിടെ നമുക്ക് എന്താ പറയുക, വാഷിംഗ് മെഷീൻ വയ്ക്കേണ്ട സ്പേസാണ്. വാഷിംഗ് മെഷീൻ്റെ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു വർക്ക് ഏരിയ പോലെ കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ നോർമൽ ഒരു ചെറിയൊരു കിച്ചണാണ്. കിച്ചൻ്റെ അത്രയുണ്ട്. ഇവിടെയും ഹോബ് കൊടുത്തിട്ടുണ്ട്. ഇതും ഫാബിൻ്റെ ഹോബിനാട്ടോ. ഫാബിൻ്റെ ഹോബ് കിച്ചൺ ഹോബാണ്. മുകളിൽ കിച്ചൺ റാക്ക് ചെയ്തിട്ടുണ്ട്. ചുറ്റിനും കിച്ചൺ റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ വർക്ക് ഏരിയ കേട്ടോ. ഞാൻ കാണിച്ചിട്ടുള്ള പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള ഒരു 2 BHK ഫ്ലാറ്റിൻ്റെയൊക്കെ ഒരു നോർമൽ കിച്ചൻ്റെ സൈസാണ് ഇവിടുത്തെ ഒരു വർക്ക് ഏരിയ. കേട്ടോ, കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഡോറ് നമുക്ക് അവിടെ നിന്ന് കിച്ചണിൽ പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ തുറക്കുന്നില്ല ഇപ്പോൾ. ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാം. താഴെ 2 ബെഡ്റൂമാണ്. ഓക്കെ, ഇത് സ്റ്റെയറാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെയർ എല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വുഡൻ ഫിനിഷല്ല, വുഡനാണ്. എല്ലാം വുഡിലാണ്. സ്റ്റെയർ കയറി ഫസ്റ്റ് സ്റ്റെപ്പ് കയറി വരുമ്പോൾ അടുത്തൊരു ബെഡ്റൂം. ഈ വില്ല 15 സെൻറ്റിൽ
പണിതിട്ടുള്ള വീടാണ്. 15 സെൻറ്റ് ഫുള്ളായിട്ട് വീട് പണിതിട്ടില്ല. ഫ്രണ്ടേജും ബാക്കും അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 5000 സ്ക്വയർ ഫീറ്റാണ് ഈ വില്ലയുടെ സൈസ്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ അടുത്ത് വീണ്ടും ഒരു അതിമനോഹരമായ നമ്മളെ പക്ഷേ ലാവിഷായിട്ടുള്ളൊരു ലിവിങ് ഏരിയ കണ്ടോ. അടുത്തൊരു ബെഡ്റൂം. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 4ാമത്തെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിലും കബോർഡ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, ഞാൻ ആ ലൈറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനൊക്കെ ലൈറ്റ് വന്നത്. ഇതൊരു ചെറിയ ബാൽക്കണിക്കുള്ള സ്പേസാണ്. ബാൽക്കണി നമുക്ക് തുറന്നു നോക്കാം. ഇതൊരു ബാൽക്കണി കണ്ടോ. അപ്പുറത്തൊക്കെ നല്ല വില്ലകളാണ്. ഇവിടെ നമ്മൾ നേരെ അടുത്ത ബെഡ്റൂം. സത്യം പറഞ്ഞാൽ ഞാനിത് കണ്ടിട്ട് എനിക്കൊരു രാജകീയമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു വില്ല. എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ഒന്നും പറയാനില്ല. എല്ലാം ഈവന് ഏത് വർക്കായാലും. ഈ ബെഡ്റൂമിൽ ഇവിടെ ഒരു ചെറിയ സ്പേസ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ചെറിയ സ്പേസ്. ഡ്രസ്സിങ് ഏരിയ അല്ലെങ്കിൽ നമുക്ക് ഇത് ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിൽ ഫാൻ വരെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റിൻ്റെ അകത്ത് ഫാനാണ്. ടോയ്ലറ്റിൻ്റെ അകത്ത് ഫാൻ. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ചെറിയ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റിൻ്റെ ഒരു 2 ബെഡ്റൂം ബെഡ്റൂമിൻ്റെ സൈസ് ഉണ്ട്. 2 ബെഡ്റൂം ഫ്ലാറ്റിൻ്റെ ബെഡ്റൂമിൻ്റെ സൈസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ബാത്റൂം ഉണ്ട്. ഫാനൊക്കെ ഇട്ട്. ഇത് ഡ്രസ്സിങ് ഏരിയ. ഇവിടെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രസ്സിങ് ഏരിയ ഇല്ല കേട്ടോ, നല്ല വലിപ്പമുള്ള ഡ്രസ്സിങ് ഏരിയ. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെയൊക്കെ വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. ബെഡ്റൂമിൽ തന്നെ നമ്മളെ വേസ്റ്റ് തുണി അങ്ങനെയുള്ള വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഇത് ബാൽക്കണിയിലേക്കുള്ള വഴിയാണേ. ബാൽക്കണിയിലേക്ക് ഈ വഴി നേരെ ബാൽക്കണി. ഇപ്പോൾ ബാൽക്കണി ഇവിടെ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ വയ്ക്കാം. ബാൽക്കണിയാണ്. എൻ്റെ അമ്മേ, ബാൽക്കണിക്ക് ഒരു ലക്ഷ്യമില്ല കേട്ടോ. ബാൽക്കണിക്ക് ലാവിഷ ബാൽക്കണി ഉണ്ട്. കണ്ടില്ലേ, സത്യം പറയാമല്ലോ, ഇത്രയും നല്ലൊരു വില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണാം കേട്ടോ. ഇമ്മാതിരി വില്ല. ഇത് ബെഡ്റൂം ആണോയെന്ന് ചോദിച്ചാൽ ഇത് ബെഡ്റൂം, അതെ ബെഡ്റൂം ആട്ടോ. ലൈറ്റിങ് ഒക്കെ കൊടുക്കണം. നമുക്ക് ലൈറ്റൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇൻറ്റീരിയർ കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ 5 ബെഡ്റൂം കഴിഞ്ഞു. ഇനി അടുത്ത് ഇത് വേറെ ചെറിയ റൂമാണ്. ഇത് കണ്ടോങ്കിലോ, സ്റ്റെയറാണ്.
വീടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ മുകളിലേക്കുള്ള സ്റ്റെയറാണ്. വാവ്, ഒന്നും പറയില്ല കേട്ടോ, തകർത്തു. നിങ്ങൾ ആരെങ്കിലും ഇത് വില്ല എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർത്താം. ഓ, ഇത് ടെറസേരി കേട്ടോ, എൻ്റെ അമ്മേ, ഇത് ടെറസാ. ഓ, സോളാർ വെച്ചിട്ടുണ്ട്, വാട്ടർ ടാങ്ക്, സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടി ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പായിട്ട്. ആ, നല്ല കാറ്റാട്ടോ. കാമൻ ക്വയറ്റ് ഏരിയ കേട്ടോ. ഞാനിതിൻ്റെ പുറത്തോട്ടുള്ള വീടിനെ ഇവിടെ നിന്ന് ബാൽക്കണിന്ന് വെച്ചാൽ കണ്ടോ, എല്ലാം പോർഷും ഇല്ല കേട്ടോ, എല്ലാം പോർഷും ഇല്ല. മുകളിൽ വേറെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്, 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെറസിലേക്ക് ഉള്ളിൽ കൂടിയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റെയറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. തകർത്തു. അപ്പോൾ ഈ വില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 8589025611. മറ്റൊരു മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഇപ്പോൾ ബൈ ബൈ.